പിണറായി സഖാവും MV ഗോവിന്ദനും ശിവൻകുട്ടിയും ഒക്കെ അവിടെ ഭജന പാടി തകർത്തിട്ട് നിങ്ങൾ എന്താ അയ്യപ്പ സംഗമം കൂടാതിരുന്നത്? ഇവിടെ നന്ദഗോവിന്ദൻ ഭജൻസ് മാത്രമേ ഭജന പാടാൻ പാടുള്ളൂ എന്നുണ്ടോ? പിണറായി സഖാവും MV ഗോവിന്ദനും ശിവൻകുട്ടിയൊക്കെ അവിടെ ഭജന പാടി തകർത്തിട്ട് നിങ്ങൾ എന്താ അംഗീകരിക്കാത്തത്? അല്ല, ഇത് വല്ലാത്ത ഇരട്ടത്താപ്പായി പോയി. എന്തായാലും ഉള്ളത് പറയാലോ, ആ വീരപ്പൻ ഇതിനേക്കാളൊക്കെ മാന്യനായിരുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ട് കണ്ട ഒരു പാവപ്പെട്ടവന്റെ കമന്റ് ആണിത്. കണ്ടപ്പോ സത്യം പരമാർത്ഥം എന്ന് തോന്നി. അതെ, ആഗോള അയ്യപ്പ സംഗമം ഒരു കൊള്ള മറിക്കാൻ നടത്തിയ ആ അടുത്ത മഹാകൊള്ളയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ അത്? മുഖ്യമന്ത്രിയുടെ താമസത്തിന് ചിലവ് 2 ലക്ഷം, നടക്കാത്ത ഭജനയ്ക്ക് 8 ലക്ഷം. ഇത് കേൾക്കുമ്പോൾ ഇവിടെ ചിലരൊക്കെ കളിയാക്കാൻ വരുവേ. നടക്കാത്ത ഭജനയ്ക്ക് 8 ലക്ഷം ആണെങ്കിൽ ഭജന നടത്തിയെങ്കിൽ കോടികളായേനെ എന്നൊക്കെ. എടോ, അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് ലാഭല്ലേ? കോടികളല്ലേ നമ്മൾ ഭജന നടത്താത്ത ലാഭിച്ചത്. അപ്പോ നമുക്ക് ഈ മഹാമഹത്തിന്റെ ബാക്കി ചില കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പരിപാടി നടന്നത്. പന്തൽ നിർമ്മാണം മുതൽ സകലതും ടെൻഡർ ഇല്ലാതെ ഊരാളുങ്ങളുടെ സഹസ്ഥാപനത്തിന് നൽകി. പോരാത്തതിന് അവർക്ക് 10% അധിക തുകയും ടിപ്പായി കൊടുത്തു. പിന്നെ 2 കോടിയുടെ സ്പോൺസർഷിപ്പ് എവിടുന്ന് വന്നു, ആര് തന്നു എന്നതിനെ കുറിച്ച് ഓഡിറ്റർക്ക് പോലും വലിയ പിടുത്തമില്ല. ദേവസ്വം ബോർഡ് മുൻകൂർ നൽകി 2 കോടി ഇതുവരെ തിരിച്ചടച്ചിട്ടുമില്ല. തീർന്നില്ല, അയ്യപ്പ സംഗമത്തിന് ആകെ വന്നത് 4000 പേരാണെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷെ രാത്രി ഭക്ഷണം കഴിച്ചത് 3000 പേരാണെന്നാണ് ബില്ല്. സത്യത്തിൽ 500 പേര് പോലും അവിടെ കഴിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. വന്നത് മൊത്തം അവിടുത്തെ ഉദ്യോഗസ്ഥരാണേ. ബാക്കി 2500 പേരുടെ വയർ ബില്ലിലൂടെ നിറഞ്ഞു ആവും. ഭക്തിമൂത്ത് അയ്യപ്പ ഭക്തർ താമസിച്ചത് എവിടെയാണെന്ന് അറിയാമോ? താജ് കുമരകം 5.5 ലക്ഷം, ഗോകുൽ ഗ്രാൻഡ് 12.5 ലക്ഷം, വൈൽഡ് മിസ്റ്റ് ഹോം സ്റ്റേ എന്നിങ്ങനെ നീളുകയാണ്. ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾ വരെ ലക്ഷങ്ങൾ നൽകാനുണ്ട്. GST നമ്പർ ഇല്ലാത്ത ബില്ലുകൾ, കണക്കില്ലാത്ത VIP ഭക്ഷണം, ഉപകരാറുകളുടെ അദൃശ്യ രേഖകൾ. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സംഗമമല്ല, ഇതൊരു സംഭവമാണ്. കൃത്യമായ കണക്കോ സുതാര്യതയോ ഇല്ലാത്ത ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒന്നുറപ്പിക്കാം, ഭക്തിയുടെ പേരിൽ നടന്ന ഈ കൊള്ളയ്ക്ക് ഓഡിറ്റർ പോലും അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തായാലും ശബരിമല കൊണ്ട് നമ്മുടെ സർക്കാർ കുറെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും കേരള ജനത ഒരേ സ്വരത്തിൽ പറയുന്നു, പിണറായി കടക്ക് പുറത്ത്.